ക്യാൻസലായി എന്ന് അറിഞ്ഞ് നെക്സ്റ്റ് 2 ഡേയ്സിൽ തന്നെ ഞാൻ തിരിച്ച് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. I+ൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എപ്പോഴും സാറ് പറയുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതിരിക്കാനാ പ്രയാസം എന്ന് സാർ എപ്പോഴും പറയും. അതും ശരിയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിശ്വലക്ഷ്മിയാണ്. വളരെ സ്ട്രോങ് ആയിട്ട്, ഡിറ്റർമിൻഡ് ആയിട്ട്, മനസ്സിൽ ആശങ്കകൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് 1-2 ചോദ്യങ്ങളുടെ വ്യത്യാസത്തിലാണ് JRF നഷ്ടമായത് കൊമേഴ്സിൽ. ഇത്തവണത്തെ ജൂൺ 2024 റീ എക്സാമിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള വിശ്വലക്ഷ്മിയുടെ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് കേൾക്കാം. കഴിഞ്ഞ നവംബറിലാണ് ഞാൻ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അന്ന് യൂട്യൂബിൽ സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ ഓൺലൈനിൽ I+ൽ ചേർന്നു. പിന്നെ അത് ഡിസംബറിൽ എക്സാം എഴുതിയായിരുന്നു. ഡിസംബറിൽ പിന്നെ സാറിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെയാണ് I+ലോട്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുന്നത്. I+ൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അലൻ സാറാണെങ്കിലും നമ്മുടെ കൂടെയുള്ള കുട്ടികളാണെങ്കിലും എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് തന്നെ ഒത്തിരി പഠിക്കുന്നതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോർഷൻസ് എല്ലാം സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുകയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ അത് ചെയ്തത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒത്തിരി പഠിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കൂടുതലും അത് വരികയും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എക്സാമിന് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 10-20 ക്വസ്റ്റ്യനെങ്കിലും അങ്ങനത്തെ അറേഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്സൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. അതൊക്കെ പഠിച്ച് വെക്കാനായിട്ട് നമുക്ക് പറ്റാത്ത കാരണം തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട്. അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ജൂണിലെ എക്സാം ക്യാൻസലായി എന്ന് അറിഞ്ഞ് നെക്സ്റ്റ് 2 ഡേയ്സിൽ തന്നെ ഞാൻ തിരിച്ച് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര അത്രയും കൂടെ ടൈം കിട്ടിയല്ലോ എന്നുള്ള ഒരു ഇതിൽ കുറച്ച് അഡീഷണൽ ടൈമല്ലേ കിട്ടി. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും ടൈം വേസ്റ്റ് ആക്കിയിട്ടില്ല. ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കാതെ ഞാൻ ഡെയിലി പഠിക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും ഡെയിലി കയറിയും അലൻ സാറിൻ്റെ ആണെങ്കിലും അതുപോലെ നമ്മുടെ കൊമേഴ്സിൻ്റെ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ഡെയിലി അറ്റൻഡ് ചെയ്യുമായിരുന്നു ക്ലാസ്സുകൾ. അതുപോലെ തന്നെ ഡെയിലി ടെസ്റ്റുകൾ എടുക്കുകയും പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, ഇപ്പം ടാക്സ് പോലത്തെ ഒക്കെ സബ്ജക്റ്റൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഓർത്തടിക്കാൻ ഒരുപാട് പ്രയാസമുള്ള സെക്ഷൻസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടാണ് നമുക്ക് എക്സാമിന് അതൊക്കെ വന്നപ്പോൾ അതൊക്കെ ശരിയായപ്പോൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടിയപ്പോൾ. അപ്പോൾ അങ്ങനെ റീ എക്സാം വന്നതുകൊണ്ടും കുറച്ചും കൂടി അഡീഷണൽ കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനും ഉള്ള സമയമുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജൂണിലെ എക്സാമിന് പഠിക്കാതിരുന്ന കുറേ അഡീഷണൽ കാര്യങ്ങൾ ഇടയ്ക്ക് ആ ഒരു ക്യാൻസലേഷൻ കഴിഞ്ഞുള്ള ആ ടൈമിൽ എനിക്ക് പഠിക്കാനായിട്ട് ടൈം കിട്ടി. ആ ടൈം ഞാൻ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്തു. അതായത് കംപ്ലീറ്റ് ചെയ്യാതിരുന്ന പഠിക്കാതിരുന്ന പോർഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പഠിച്ചത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ആ ടൈം യൂട്ടിലൈസ് ചെയ്തു. അതിൻ്റെ റിസൾട്ടിൽ എനിക്ക് നല്ലോണം കാണാനും പറ്റി. എപ്പോഴും സാറ് പറയുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതിരിക്കാനാ പ്രയാസം എന്ന് സാർ എപ്പോഴും പറയും. അതും ശരിയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു റിസൾട്ട് കണ്ടപ്പോൾ. പിന്നെ JRFനൊരു 2 ക്വസ്റ്റ്യൻസും കൂടി കിട്ടിയിരുന്നെങ്കിൽ JRFനുള്ള സ്കോർ എനിക്കുണ്ടായിരുന്നു. അതെന്തായാലും അടുത്ത പ്രാവശ്യം നേടാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ I+ൻ്റെ നമ്മുടെ പുതിയ ഒരു ഓഫ്ലൈൻ ബാച്ച് പാലാരിവട്ടത്ത് പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം ഓഫ്ലൈനായിട്ട് പഠിക്കേണ്ട എല്ലാവർക്കും വന്ന് അവിടെ ജോയിൻ ചെയ്ത് അലൻ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് നേരിട്ട് കിട്ടും. ഭയങ്കര പോസിറ്റീവ് എൻവയോൺമെൻറ്റാണ്. നമ്മൾ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിൽക്കുകയാണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തായിരിക്കും. അത് കാരണം നെറ്റും JRFും ആഗ്രഹിക്കുന്ന എല്ലാവരും I+ൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്.